السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ ദർ അൽ-ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ ചില വസിയത്തുകൾ കാണാൻ സാധിക്കും. ആ വസിയത്തുകൾ എന്താണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നതായി കാണാം. അമറനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസബഇൻ, എൻ്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഉറ്റ ചങ്ങാതിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഏഴ് കാര്യങ്ങളെ കൊണ്ട് അവിടുന്ന് കൽപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ആ ഏഴ് കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. അമറനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനൂവി മിൻഹും വഅമറനി അൻ അൻദുറ ഇലാ മൻ ഹുവ ദൂനി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി വഅമറനി അൻ അസില الرحم وإن أدبرت وأمرني ألا أسأل أحدا شيئا وأمرني أن أقول بالحق وإن كان مرا وأمرني ألا أخاف في الله لومة لائم وأمرني أن أكثر من قول لا حول ولا قوة إلا بالله فإنهن من كنز تحت العرش. ഏഴ് കാര്യങ്ങളാണ് അദ്ദേഹം എൻ്റെ ഖലീല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു, എന്നോട് വസിയത്തായി നൽകി എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയാണ് അമറനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനൂവി മിൻഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു പാവപ്പെട്ടവരായ ആളുകളെ, മിസ്കീന്മാരായ ആളുകളെ സ്നേഹിക്കണമെന്നും വദ്ദുനൂവി മിൻഹും, അതുപോലെ തന്നെ അവരോട് അടുത്ത് നിൽക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. നമുക്കറിയാം, ഏതൊരാളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അത് ഒന്നെങ്കിൽ അവൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ അവൻ്റെ പണം, അല്ലെങ്കിൽ അവൻ്റെ അധികാരം, അല്ലെങ്കിൽ അവൻ്റെ പ്രശസ്തി, ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും. നമുക്കറിയാം, ഒരു പാവപ്പെട്ടവരാണെങ്കിൽ, ഒരു മിസ്കീനാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നീട് അവരോടുണ്ടാകുന്ന സ്നേഹം സ്വാഭാവികമായും ഖാലിസായ, നിഷ്കളങ്കമായ സ്നേഹമായിരിക്കും. അപ്പോൾ നിഷ്കളങ്കമായി മിസ്കീന്മാരായ ആളുകളെ, പാവപ്പെട്ട ആളുകളെ സ്നേഹിക്കാനും അതോടൊപ്പം തന്നെ അവരോട് അടുത്ത് നിൽക്കാനും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു എന്നാണ് അബൂ ദർ അൽ-ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് സന്ദർഭങ്ങൾ അത്തരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, സൂറത്ത് അബസയുടെ അവതരണ പശ്ചാത്തലമൊക്കെ ഉണ്ടായത് അത്തരത്തിലുള്ള ചില സന്ദർഭങ്ങളിലാണ്. ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കുറച്ച് പ്രമാണികളായ ആളുകൾ, അതായത് കുറച്ച് പിൻപറ്റപ്പെടുന്ന കുറെ ആളുകളുടെ നേതാക്കന്മാരായ, പണക്കാരായ കുറച്ച് ആളുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി വന്നു. ആ സമയത്ത് ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു, അതായത് അന്ധനായ വ്യക്തിയാണ്, സഹാബിയാണ്. ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കയറി വന്നപ്പോൾ തങ്ങളുടെ മനസ്സിൽ ചെറിയ ഒരു പ്രയാസമുണ്ടായി. ഇപ്പോഴാണോ ഉമ്മു മക്തൂം വന്നത്? ഇവരൊക്കെ ഉള്ള സമയത്ത് വന്നാൽ ഇവർ ചിലപ്പോൾ ഇസ്ലാമിനെ മനസ്സിലാക്കാതെ തിരിച്ചു പോയാലോ എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലൊരു പ്രയാസം വന്നപ്പോൾ പല ഉപദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ശൈലി. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൻ നബി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാര്യങ്ങളും പറയാറുള്ളത്. വിശുദ്ധ ഖുർആനിൽ അത് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ സൂറത്ത് അബസ തുടങ്ങുന്നത് നമുക്ക് കാണാം, അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ. നീ മുഖം ചുളിച്ചിരിക്കുന്നു, നീ തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു, പിന്നെ ഒരു അന്ധനായ മനുഷ്യൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ഒരു ആമുഖ ഭാഷണവും കൂടാതെ, യാതൊരുവിധ അഭിസംബോധനയും കൂടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു തോന്നലിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി അതിനായത്തിറക്കണം. അപ്പോൾ അവരെ സ്നേഹിക്കുക എന്നുള്ളതും, മിസ്കിന്മാരായ പാവപ്പെട്ട ആളുകളെ സ്നേഹിക്കുക എന്നുള്ളതും, അവരോട് അടുത്തു നിൽക്കുക എന്നുള്ളതും ഇസ്ലാം വളരെ ഗൗരവത്തിൽ പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയാണ്. മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ തുൻസറൂന ഇല്ലാ ബിദുഅഫാഇകും, നിങ്ങൾ സഹായിക്കപ്പെടുന്നത് നിങ്ങളിലെ ദുർബലരുള്ളത് കൊണ്ടാണ് എന്ന് പോലും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമായി
ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.